ആപ്കി അദാലത്തിൽ ലോ മിനിസ്റ്റർ കിരൺ റിജിജുവിന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം എല്ലാ കാര്യത്തിലും ആവശ്യമില്ലാതെ തലയിടുന്നു എന്നുള്ളതാണ്. കിരൺ സാർ, ആരെന്ത് സംസാരിച്ചാലും ശരി, ഡൽഹിയുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ഒപ്പം ലഫ്റ്റനന്റ് ഗവർണർ, ഇവർക്ക് നടുവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കേജ്രിവാൾ ചോദിക്കുന്നു, ഈ LG ആരാണ്, എവിടുന്നാണ് വന്നത്, എന്തിനാണ് തലയെ കയറ്റി വെച്ചിരിക്കുന്നത്? അതിന്റെ നടുക്കും താങ്കൾ പോന്നു. താങ്കൾ പറയുന്നു ഇതിനെല്ലാം ജനങ്ങൾ നല്ല ഉത്തരം നൽകുമെന്ന്. അവിടെയും പോയി ഇടപെട്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ ഇത് അസംബ്ലിയിൽ പറഞ്ഞതാണ്. LG എവിടുന്നാണ് വന്നത്? കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ട്. അതിനുശേഷവും LGയെ ഡൽഹിക്കുള്ളിൽ കൊണ്ടുവന്നെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ LG ഇല്ലാതെ എല്ലാം നടക്കണമെന്നാണോ? രാജ്യത്തിന്റെ കേന്ദ്രമാണ്. സോ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് ഡൈജസ്റ്റ് ആവില്ല. പേഴ്സണലായിട്ട് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, സോ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ നിയമത്തിന് വിധേയമായി ഒന്നും സംസാരിക്കില്ല. അൺകോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ ശരിയാണെന്ന് എനിക്ക് തോന്നിയേക്കാം. താങ്കൾ അദ്ദേഹത്തിനോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. 2 കോടി ജനങ്ങളാണ് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തലയുടെ മുകളിൽ ഒരു LGയെ ഇരുത്തിയിരിക്കുക. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിസ്റ്റം അങ്ങനെ തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ കോൺസ്റ്റിറ്റ്യൂഷനെ അംഗീകരിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നടക്കുന്ന ആൾക്കാരാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മറ്റൊരു പ്രശ്നവുമുണ്ട്. BBC ഒരു ഡോക്യുമെന്ററി ചെയ്തിരിക്കുക. ഇന്ത്യ ഗവൺമെന്റ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്തു. മോദിക്കെതിരായ കാര്യമായതുകൊണ്ട് ഹോം മിനിസ്ട്രി അത് ബ്ലോക്ക് ചെയ്തു. അതിന്റെ നടുക്കും താങ്കൾ ഒന്ന് അഭിപ്രായം പറഞ്ഞു. അത് ഇത് ശരിക്കും വലിയൊരു പ്രശ്നം തന്നെയാണ്. സുപ്രീം കോർട്ട് അതിനെല്ലാം ഏകദേശം ഒരു 20 വർഷത്തെക്കാളും കൂടുതൽ നാട്ടിൽ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് നാടിന്റെ പേര് കളയാനും മോദിജിയുടെ പേര് നശിപ്പിക്കാനും കണ്ടിന്യൂ ആയിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്, കേസ് നടത്തുന്നുണ്ട്. അവസാനമായിട്ട് കേസ് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പൂർണ്ണമായിട്ടും നല്ലപോലെ ആ കേസ് കേൾക്കുകയും ചെയ്തു. അതിനുശേഷമാണ് തീരുമാനമെടുത്തത്. കാരണം ഈ കേസിൽ യാതൊന്നും തന്നെയില്ല. അതോടൊപ്പം സുപ്രീം കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു. അതായത് ഈ ലക്ഷ്യവും അതിന്റെ ഉദ്ദേശവും, അതായത് ഈ കേസ് മനഃപൂർവ്വം അപമാനപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണെന്ന് അത് കോടതിക്ക് മനസ്സിലായി. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ തീരുമാനമെടുത്തതിന് ശേഷം BBC എന്തൊക്കെയോ പണമെടുക്കുന്നു. നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ്, ലെഫ്റ്റീസ്, മോർട്ടീസ്, കോൺഗ്രസ് പാർട്ടിയെല്ലാം BBC പറഞ്ഞ റിപ്പോർട്ടെല്ലാം സത്യമാണെന്ന് പറയുന്നു. സുപ്രീം കോടതി ഇവർ അംഗീകരിക്കുന്നില്ല. സോ ഒരു ലോ മിനിസ്റ്ററായിട്ട് പറയേണ്ട കാര്യമുണ്ടായിരുന്നു. അതായത് സുപ്രീം കോടതിയുടെ തീരുമാനമാണ് നമ്മുടെ രാജ്യത്തിലെ സുപ്രീം. BBC പോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നതൊന്നും പ്രധാനപ്പെട്ട കാര്യമേ അല്ല. പക്ഷേ കിരൺ സർ, ന്യൂയോർക്ക് ടൈംസിൽ ഞാനൊരു റിപ്പോർട്ട് കണ്ടു. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ BBCയെ ബ്ലോക്ക് ചെയ്യാൻ സെൻസർഷിപ്പ് കൊണ്ടുവന്നു. ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തു, ജനങ്ങളെ അറസ്റ്റ് ചെയ്തു. ഇവിടെയുള്ള സായിപ്പുമാരൊക്കെ സ്ഥലം വിട്ടു. എന്നിട്ട് ഇപ്പോഴും BBCയും ന്യൂയോർക്ക് ടൈംസും ഒക്കെ എഴുതുന്നതിനാണ് ഈ ആൾക്കാരൊക്കെ ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഞങ്ങൾ ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കില്ല. ഞങ്ങൾ ഞങ്ങളുടെ നാടിന്റെ തീരുമാനം, നാട്ടിലെ ജനങ്ങൾ, നാട്ടിലെ സുപ്രീം കോർട്ട്, നാട്ടിലെ സിസ്റ്റങ്ങൾ, അതിന് പ്രകാരമാണ് നടക്കുന്നത്. പുറത്തുനിന്നുള്ള ഭീഷണി കൊണ്ട് മോദിജിയുടെ ഗവൺമെന്റ് ഒരു കാരണവശാലും ഭയപ്പെടുകയേയില്ല. ശരി, ഞാനിപ്പോ ഈ രാജ്യത്തെ ജനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. താങ്കൾ ജവഹർലാൽ നെഹ്റു ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ജമ്മു കാശ്മീർ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റാണ്, ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. അതിനെപ്പറ്റി ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് ജമ്മു കാശ്മീർ ഇന്ത്യയോട് ചേരുന്ന കാര്യമാണെങ്കിൽ പ്രോസസ്സ് ഡിലേ ചെയ്തത് മഹാരാജ ഹരിസിംഗ് ആയിരുന്നു. എല്ലാവരും ഇത് തന്നെയാണ് വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയതും. സത്യം യഥാർത്ഥത്തിൽ ഇതല്ല. സോ ഞാൻ നെഹ്റുജിയെക്കുറിച്ച് പാർലമെന്റിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിൽ നിന്ന് ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് മഹാരാജാവ് ആദ്യം വന്നു 1947 15 ആഗസ്റ്റിന് മുമ്പായിട്ട് തന്നെ അദ്ദേഹം വന്നു, റിക്വസ്റ്റ് ചെയ്തു. നമ്മളാണ് ഡിലേ ചെയ്തത്, നമ്മൾ തന്നെ. ആ കാര്യമാണ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നത്. സോ ഞാൻ ഇതിൽ എന്ത് തെറ്റാണ് ചെയ്തത് ശരിയല്ലേ? താങ്കൾ ചെയ്തത് ശരിയാണോ തെറ്റാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആനന്ദ് ശർമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കോൺഗ്രസിന്റെ സീനിയർ ലീഡർ അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, കിരൺ റിജിജുവിന് ചരിത്രത്തെക്കുറിച്ചൊന്നും അറിയില്ല, അദ്ദേഹത്തിന് നിയമത്തെക്കുറിച്ച് നല്ല പരിജ്ഞാനവുമില്ല, പാരമ്പര്യത്തിനെക്കുറിച്ചും ഒന്നും അറിയില്ല. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, റിജിജുവിന്റെ അറിവില്ലായ്മ കാണുമ്പോൾ ശരിക്കും കഷ്ടം തോന്നുന്നു. കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കന്മാരുണ്ട്, അവർക്ക് ഒരേ ഒരു കുടുംബമാണ് എല്ലാം തന്നെ. അതല്ലാതെ ആ കുടുംബത്തെ തകർത്ത് അവരുടെ ലക്ഷ്യം വേറൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
അപ്പോൾ നമ്മൾ ആ കുടുംബത്തെയും കടന്ന് ചിന്തിക്കുന്ന സമയത്ത് രാജ്യത്തിനെ കുറിച്ച് ഓർക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബം അത്ര മുഖ്യമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിനാണ് പ്രാധാന്യം. നാടിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്യും. താങ്കളെക്കുറിച്ചും താങ്കളുടെ പാർട്ടിയെക്കുറിച്ചും പറയുമ്പോൾ താങ്കൾ എങ്ങനെ ഇന്റർഫിയർ ആവുന്നെന്ന് പറയാം, അൺനെസസറി കമന്റ് ചെയ്യുന്നതും പറയാം. മുക്താർ അബ്ബാസ് നഖ്വി അദ്ദേഹം എന്താണ് കമന്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആർക്കൊക്കെ ബീഫ് കഴിക്കണോ അവരെല്ലാവരും പാകിസ്ഥാനിലേക്ക് പോകണമെന്ന്. അതിലും താങ്കൾ തലയിടെയാണ് ആർക്കൊക്കെ എന്തൊക്കെ ഇഷ്ടമാണോ അതെല്ലാം കഴിക്കാവുന്നു. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. മിസോറമില് ഒരു പ്രസ് കോൺഫറൻസ് നടക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഇൻഫോർമൽ ടോക്ക് നടക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ അത് റെക്കോർഡ് ചെയ്ത് ഇന്ത്യൻ എക്സ്പ്രസിൽ അത് എഴുതുകയും ചെയ്തു. അത് വളരെ വിവാദമാകുകയും ചെയ്തു. അതിനുശേഷം അത് ഡിബേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ പ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതിന് അവരെന്താണ് പറഞ്ഞത് വെച്ചാൽ കിരൺ റിജിജുവും ബീഫ് കഴിക്കുന്ന ആളാണെന്ന്. കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് പ്രധാനം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള സംസാരമൊക്കെ ചുറ്റി വളച്ച് വലുതാക്കി അവരെഴുതി ഇവിടെ 3-4 ദിവസം ഇതൊരു വലിയ വിവാദമാക്കി മാറ്റി. 2014 നടന്നതാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് ഒളിച്ചിരുന്ന് റെക്കോർഡ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരുടെ അടുത്ത് കാണിച്ചതാണ്. സാർ, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം സാർ അരുണാചൽ പ്രദേശിൽ നിന്നാ വരുന്നതെന്ന്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നത്? അരുണാചൽ പ്രദേശ് 1962 ചൈന ആക്രമിച്ചു. അപ്പോൾ പല സ്ഥലങ്ങൾ, അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലം അതുപോലെ പല സ്ഥലങ്ങളും ചൈനയുടെ കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനു മുൻപ് തന്നെ ഞങ്ങളുടെ ആളുകൾ കുറേശ്ശെയായിട്ട് ഹിന്ദി, മറ്റു ലാംഗ്വേജ് അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പല ടീച്ചേഴ്സും പുറത്തു നിന്നും വന്നിരുന്നു. അതിനുശേഷം 62 ശേഷം ഒരുപാട് ഇന്ത്യൻ ആർമി ഡിപ്ലോയ്മെന്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലോക്കൽ ഫോഴ്സസും SSB ഫോഴ്സസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. സോ ഞങ്ങളെല്ലാവരും അപ്പോൾ മുതൽ ഹിന്ദി സംസാരിക്കുന്നതിൽ വളരെ പ്രൗഡുള്ളവരായിരുന്നു. കാരണം അത് നമ്മുടെ രാജ്യത്തിന്റെ ഭാഷയാണ്. ഹിന്ദി അല്ലാതെ മറ്റേത് ഭാഷയാണെങ്കിലും അവസരം കിട്ടുമ്പോൾ സംസാരിക്കുമായിരുന്നു. അരുണാചൽ പ്രദേശിലുള്ള ആൾക്കാർ, അത് ഓരോ ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്, കൊച്ചുകുട്ടി മുതൽ വയസ്സായ ആൾക്കാർ വരെ 100% ഹിന്ദി സംസാരിക്കുന്നവരാണ്. താങ്കളുടെ ഹിന്ദി വളരെ നന്നായിട്ടുണ്ട്, അതിന് എൻ്റെ ആശംസകൾ. പക്ഷേ അത് എത്രത്തോളം വളർന്നെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ നോക്കി ചോദിക്കുകയാണ്, നിന്നെ ഞാൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന്. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കില്ല. കാരണം അദ്ദേഹം ഒരു ഇന്റർനാഷണലാണ്. ഓരോ മാസവും 20 ദിവസം അദ്ദേഹം പുറത്താണ്, 3 ദിവസം മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇമേജ് മാറാൻ യാത്ര ചെയ്യണമെന്ന് ആരോടോ പറഞ്ഞു കൊടുത്ത് കാണും, അതുകൊണ്ട് യാത്ര ചെയ്യുന്നു. സോ അദ്ദേഹം ഇന്റർനാഷണൽ ആണ്. ഞാൻ യാത്ര മുഖേന അദ്ദേഹത്തിന്റെ ഇമേജ് മാറിയെന്ന് കരുതുന്നുണ്ടോ? നോക്കൂ സാർ, രജിത് സാർ, ഈ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് പറയാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇന്ന് ഇന്ത്യ എന്ന രാജ്യം സ്വാമി വിവേകാനന്ദൻ കണ്ട സ്വപ്നങ്ങൾ 21ാം നൂറ്റാണ്ട് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെതാണെന്ന് പറഞ്ഞു. ഇന്ത്യ ഒരു ഡെവലപ്മെന്റ് നേഷൻ ആകുമെന്ന് പറഞ്ഞു. വികസിത രാജ്യമാകും. മോദിജിയുടെ നേതൃത്വത്തിൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തിനു സംസാരിക്കണം?